മെമ്പറാക്കണമെങ്കിൽ 60 ലക്ഷം രൂപ ആർക്ക് കൊടുക്കണം? CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക്. ഏരിയ കമ്മിറ്റി മെമ്പർ വിചാരിച്ചാൽ PSC മെമ്പറാകാൻ സാധിക്കുമോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഏരിയ കമ്മിറ്റി മെമ്പർ ആർക്കാണ് പൈസ കൊടുക്കുന്നത്? ആർക്ക് കൊടുത്താൽ നടക്കും? ഒന്നല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ മന്ത്രിമാർക്ക്. ഇതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? ഈ 60 ലക്ഷം രൂപ PSC മെമ്പർ ആകുന്നവൻ എത്ര ഇന്റർവ്യൂ നടത്തുമ്പോൾ ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ മേടിക്കും? അവിടെയാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ഒരു സംഘമായി CPM മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ല ഇത്. അതുകൊണ്ട് തന്നെ PSCയുടെ വിശ്വാസ്യത ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ കണ്ടതല്ലേ പോലീസിന്റെ PSC റാങ്ക് ലിസ്റ്റിൽ യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്ത് കേസിലെ 1ഉം 3ഉം പ്രതികളാണ് PSCന്റെ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ 1ഉം 2ഉം കിടക്കുന്നത്. മാറിക്കഴിഞ്ഞിരിക്കുന്നു. SFI മുതൽ DYFI മുതൽ CPM നേതൃത്വം മുതൽ എല്ലാവരും തട്ടിപ്പിന്റെ ആൾക്കാരായി മാറിയിരിക്കുന്നു. SFIയുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. കാരണം അത്രമാത്രം വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിച്ച് കുട്ടിക്കൊലാക്കിയിരിക്കുന്നു, കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. SFI എന്ന സംഘടന എല്ലാ തലത്തിലും അക്രമ രാഷ്ട്രീയം കൊണ്ട്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മയക്കുമരുന്നിലൂടെ എല്ലാ രംഗത്തും, അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് കൂടെ പഠിച്ച കുട്ടികളെ ഫോട്ടോ, പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് കാണിക്കുന്ന ആ നെറികെട്ട നിലപാടിലേക്ക് SFI എന്ന സംഘടന മാറിയിരിക്കുന്നു. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പ്രതികളായി മാറിയിരിക്കുന്നു DYFI-ക്കാർ. CPM-കാരെ മൊത്തത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മൊത്തക്കച്ചവടമായി മാറിയിരിക്കുന്നു. ഇതെങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്? അതിന്റെ ഭാഗമായി തന്നെയല്ലേ ഇവിടെയും നടന്നിരിക്കുന്നത്, ഈ ബാങ്കിൽ നടന്നിരിക്കുന്നത്. ആർക്കും എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ആർക്കെതിരെയും ഒരു നടപടിയെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള മുഴുവൻ, അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ കേരളത്തിലെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ എല്ലാവരും തന്നെ അഴിമതിക്കാരായി മാറുമ്പോൾ താഴെത്തട്ടിൽ എന്ത് ചെയ്യാനാണ് ഇവർക്ക് സാധിക്കുക? അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും തട്ടിപ്പ് കണ്ടുപിടിച്ചവരായി മാറുകയാണ്. അത് തട്ടിപ്പിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM-ന്റെയും SFI-ന്റെയും താഴേക്കളിയിലുള്ള നേതാക്കന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തട്ടിപ്പിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ സ്ഥാപനമാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ തട്ടിപ്പിലൂടെ പിടിച്ചെടുത്ത് അതിനെ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് CPM. അതുകൊണ്ട് നേരായ വഴിക്ക് ഇതിന്റെ തട്ടിപ്പുകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് നേരായ വഴിക്ക് ഈ നാട്ടുകാർക്ക് അനുയോജ്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്ഥാനമായി ഇതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം. വിണ്ണൂരം ഇനിയുയരേണം, പുതു സ്വപ്നങ്ങൾ ചിറകേറണം, കൈത്താങ്ങായി കാലങ്ങളോളം നടന്നിടും ഈ ബന്ധം എൻ കൂടെ എന്നെന്നുമേ. ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ, ഒരുമിച്ചു മുന്നേറി വന്നിടുവാൻ. അണയാതെ തിരുനാളമീ വീടേക്കു കൈമാറി നിറയും പ്രകാശത്തിൽ എന്നെന്നുമെന്നെന്നുമേ. കണ്ണു